ഇതുപോലെ ട്രൈബൽ ഡാൻസ് എല്ലാം കണ്ട് ആന, കാട്ടി, മ്ലാവ്, മാന്, ഉടുമ്പ് അങ്ങനെ നിരവധി പക്ഷികളെയും മൃഗങ്ങളെയും കണ്ട് ഒരു ജംഗിൾ സഫാരി. അത് കഴിഞ്ഞിട്ട് ബാംബു റാഫ്റ്റിങ്. അതിനകത്ത് നമുക്ക് നിരവധി ആനക്കൂട്ടങ്ങളെയാണ് കാണാൻ സാധിച്ചത്. ട്രൈബൽ ഡാൻസും നൈറ്റ് സഫാരിയും പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പറമ്പിക്കുളം കാടിനകത്ത് ഒരു ദിവസം താമസിച്ചാലും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോർ വൈൽഡ് ലിക്സ്. അങ്ങനെ ബിയർ പാത്ത് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ചെക്കിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. നമ്മളിന്ന് എടുത്തേക്കുന്നത് ടെൻഡഡ് നിഷ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടുന്ന് ഒരു 10-200 മീറ്ററേ ഉള്ളൂ ഈ സ്റ്റേയിലോട്ട്. അങ്ങനെ നമ്മൾ ആ ക്യാമ്പസിലോട്ട് എത്തി. സ്റ്റേ ഉണ്ട്. എവിടെ കിട്ടുമോ? ഇതാണ് ടെൻഡഡ് നിഷയുടെ എൻട്രൻസ്. ടോട്ടൽ 10 റൂമാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ സഫാരി ഉണ്ടായിരിക്കും അല്ലേ? 2:30 ഇവിടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുപോകും, ബസ് വരും. ഫുൾ റൂമാണ്. 2:30 പോയി എത്ര മണിക്ക് തിരിച്ചു വരും? 8 മണിക്ക് രാത്രിയോ? ഇപ്പം നമ്മൾ റെസ്റ്റ്. ഇനി നമ്മൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഫുഡാകും. അതിനുശേഷം പിന്നെ നമുക്ക് 2:30ക്കാണ് സഫാരി. മറ്റ് പ്രോഗ്രാമുകളെല്ലാം സഫാരിയിലാണ് ഉള്ളതിലെ ഡാൻസും. അപ്പോൾ ഇതാണ് സാൻഡൽ. കീ ഒന്നുമില്ല അല്ല, ചുമ്മാ കയറിയാൽ മതി. അതെ, ഇതാണ് നമുക്കുള്ള ടെൻറ്റ്. ഓരോ ടെൻറ്റിനും ഓരോ പേരുണ്ട്. നമുക്ക് കിട്ടിയേക്കുന്ന സാൻഡൽ എന്ന് പറയുന്ന റൂമാണ്. എന്തായാലും പുറത്തുനിന്ന് കാണാനൊക്കെ സൂപ്പറാണ്. ഉള്ളിലൊന്ന് കയറി നോക്കാം. തുറന്നു വരുമ്പോൾ തന്നെ അതെ 2 ബെഡാണ്. നമ്മളൊരു അഡീഷണൽ ബെഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയാണാവോ? അത് ചോദിക്കാട്ടോ അല്ലേ. ഇതിപ്പോൾ 2 ബെഡിലുള്ളൂ. നമ്മൾ അഡീഷണൽ ബെഡിന് 1900 നമ്മൾ പേ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ കർച്ചീഫ്, മെഡിമിക്സിൻ്റെ സോപ്പ്, പിന്നെ എന്താ ബാത്റൂമുണ്ട്. ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഫുട്ബോൾ കളിക്കാന്നാണ് പറയേണ്ടത്. അച്ചു ഹീറ്ററുണ്ട് അല്ലേ, സെറ്റാണ്. പിന്നെന്താ അതിലെന്താ, അൽമാറുണ്ട്, കെറ്റിലുണ്ട്, പില്ലോ ഉണ്ട്. കർട്ടനൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ആ, ബെഡ് അവിടെ ഉണ്ടല്ലോ. ബെഡാണ് നിലത്തിടുക. എൻ്റെ റൂം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സെറ്റാണ്. എന്താ പറയുക, ട്രക്കിങ്ങിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ അല്ലേ? മാറിയില്ലേ? ഇതിങ്ങനെ ഒരു ടെൻ്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ തന്നെ അല്ലേ? ടെൻ്റിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെന്നുള്ളൊരു ബെനിഫിറ്റാണ്. എന്തായാലും സാധനങ്ങളൊക്കെ റൂമിനകത്ത് വെച്ച് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്തു. കാടിനകത്ത് അതിമനോഹരമായ കുറേ ടെൻറ്റുകൾ, അതിലൊന്നിൽ ഞങ്ങളും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റ് സ്റ്റേയിൽ താമസിക്കുന്നത്. എന്തായാലും അതിമനോഹരമായൊരു ക്യാമ്പസാണ്. എവിടെ നോക്കിയാലും പച്ചപ്പും തണലും പക്ഷികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ്. ഈ കാണുന്നതെല്ലാം ഇതേപോലെ ഓരോ ടെൻറ്റുകളാണ്. ഈ നടപ്പാതയൊക്കെ നോക്കി എന്ത് മനോഹരമായിട്ടാണ് മുളകൾ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് കുറച്ച് മാറി റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു അക്കോമഡേഷൻ തന്നെയാണിത്. ഇതേ നിങ്ങൾക്ക് അവിടെ ദൂരെ KSRTC നിൽക്കുന്നത് കാണാം. പാലക്കാട്ട് നിന്ന് പറമ്പിക്കുളത്തോട്ട് ബസ് സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെയും ഏതൊക്കെയോ ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ബസ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആക്ച്വൽ പറമ്പിക്കുളം ടൗൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. നമ്മളിന്ന് ഉച്ചയ്ക്കുള്ള സഫാരിയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അതുവരേക്കാണ് ബസ്സിൻ്റെ സർവീസ് ഉള്ളത്. നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സ്റ്റേയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് എക്കോ ഷോപ്പ്. എക്കോ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്യാമ്പസിലോട്ടുള്ള എൻട്രൻസ്. നിങ്ങൾക്ക് ഇവിടെ ഫെൻസിങ് എല്ലാം കാണാം. രാത്രി ഈ ഫെൻസിങ് എല്ലാം ആക്ടിവേറ്റ് ആക്കും. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. ഭക്ഷണം റെഡി എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് പോവുകയാണ്. ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തിന് അവർ പറയുന്നത് ഭോജനശാല എന്നാണ്. പോയി നോക്കാം. ഭോജനശാല കേട്ടോ. സെറ്റാ. മീൻകറിയില്ലേ?
നല്ല കരിമീനും കരിമീനെന്നാണ് എന്ത് ബീട്രൂട്ട് പേര് സെറ്റാണോ കേസ് ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ടെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ക്യാമ്പസ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റേയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പറമ്പിക്കുളത്ത് ഏകദേശം 6 ടൈപ്പ് സ്റ്റേ ആണുള്ളത്. അതിനകത്ത് 2 സ്റ്റേ ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ്, ബാക്കി 4 സ്റ്റേ ഡിഫറെൻറ്റ് ഏരിയാസിലാണ്. ഇതിൽ 2 ഐലൻഡ്സ് ആണ്. കാടിനകത്തൂടെ ട്രക്ക് ചെയ്തൊക്കെ വേണം അങ്ങോട്ട് എത്താൻ. ഈ ടെൻ്റ് അന്വേഷിക്ക് വീക്ക് ഡേയ്സിൽ 6,900 വീക്കെൻഡ്സിൽ 7,900 ആണ്. ഇത് 2 പേർക്കുള്ള ചാർജാണ്. ഒരാളെയും കൂടി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം. അതിന് 1,900 നമ്മൾ അഡീഷണൽ കൊടുക്കണം. പാക്കേജിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത് സഫാരി, ബാംബു റാഫ്റ്റിങ്ങും ബേർഡ് വാച്ചിങ്ങും ആണ്. ഇതിനകത്ത് എവിടെയും ട്രൈബൽ ഡാൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. എത്രയോ നമ്പർ ഓഫ് ഗസ്റ്റിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം നടത്തുള്ളൂ തോന്നുന്നു. ക്യാമ്പസിൽ നിറയെ മയിലുകളാണ്, ഇഷ്ടം പോലെയാണ്. ഇതിനെ നമുക്ക് കാണാം. ഇതേ 2 ആൾ പോകുന്നു. ഇയാളുടെ പീലി കണ്ടോ, വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതൊരു ഫീമെയിലാണ്. അടുത്തൊരാൾ ഇതാ തൂവലൊക്കെ നിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രീഡിങ് സമയത്താണ് ഈ പീലിയൊക്കെ ഉണ്ടാകുന്നതെന്നും അത് കഴിഞ്ഞ് ഇത് പൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ പീക്ക് ബ്രീഡിങ് സീസൺ എന്ന് പറയുന്നത് ജൂൺ ടു ആഗസ്റ്റ് ആണ്. അതായത് ആ ഒരു മൺസൂൺ ടൈമിൽ ഒരു 3 മുതൽ 8 വരേക്കൊക്കെ മുട്ടകളാണ് ഇവരിടുന്നത് സാധാരണയായിട്ട്. അതേപോലെ തന്നെ ഫീമെയിലാണ് അടയിരിക്കുന്നത്. 28-30 ദിവസമൊക്കെയാണ് ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. ആള് നമ്മുടെ ദേശീയ പക്ഷിയാണ്, അതേപോലെ കാണാനൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ഈയിടെയായിട്ട് ഇവരുടെ പോപ്പുലേഷൻ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഇത് ആക്ച്വലി സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഭക്ഷ്യശൃംഖലയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. കാരണം ഇവർ മെയിനായിട്ടും കഴിക്കുന്നത് വിത്തുകൾ, പ്രാണികൾ, ചെറിയ പഴങ്ങൾ, ചെറിയ ഉരകങ്ങൾ, അതിനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ചെറിയ ജീവികൾക്കെല്ലാം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവരിൽ നിന്നും രക്ഷപ്പെട്ട ഏതെങ്കിലും ചെടിയോ പുല്ലോ ഒക്കെ മുളച്ചാൽ തന്നെ അത് ആ മുളയ്ക്കുന്ന സമയത്ത് തന്നെ ഇവർ കൂട്ടത്തോടെ തിന്ന് തീർക്കും. അങ്ങനെ വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ റീജനറേഷൻ നടക്കുന്നില്ല. സോ ഏതൊരു ജീവി ആയിക്കോട്ടെ അതിൻ്റെ ഒരു അമിതമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിക്കും. അങ്ങനത്തെ ഒരു ആൺമയിലും പെൺമയിലും ഒരേ ഫ്രെയിമിൽ വന്നേക്കുവാണ്. സോ റയറായിട്ടുള്ള കുറച്ച് മൂമെൻറ്റ്സ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കാത്തുന്നെങ്കിലും ഒന്നും കിട്ടിയില്ല. ഇതാണ് ടെൻറ്റഡ് റൂസ്റ്റ് എന്ന് പറയുന്നത്. ഈ അക്കമഡേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വേറെ പ്രോഗ്രാംസോ കാര്യങ്ങളൊന്നുമില്ല, ഓൺലി സ്റ്റേ മാത്രമേ ഉള്ളൂ. ഇതിന് 2 പേർക്ക് 2,000 രൂപയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ജംഗിൾ സഫാരിയും ബേർഡ് വാച്ചിങ്ങും ബാംബു റാഫ്റ്റിംഗ് എല്ലാം എടുക്കാം. പക്ഷേ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ക്യാൻറ്റീനും പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കോമൺ ടോയ്ലറ്റ് ആണ് ഇതിനകത്തുള്ളത്. ടെൻറ്റൻ നിഷയെ പോലെ ഇതിനകത്ത് അഡീഷണൽ ബെഡ് അലൗഡഡ് അല്ല. ആ മയിൽ ഇത് അങ്ങനെ റോഡിൻ്റെ സൈഡിലുള്ള മരത്തിൽ കയറിയിരുന്നു. ആക്ച്വലി ഇവിടുത്തെ മയിലുകൾക്കൊന്നും ഒരു പേടിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാരായിട്ട് അത്രയും അടുത്ത് ഇടപഴകുന്നത് കൊണ്ടായിരിക്കാം. കാരണം ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഫോണിലാണ്. ഫോണിൽ ഇത്രയും അടുത്തൊരു വീഡിയോ എടുക്കണമെങ്കിൽ അത് എത്ര അടുത്തായിരിക്കും, നമ്മുടെ ജസ്റ്റ് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിലാണ് ആ മയിൽ നിൽക്കുന്നത്. ഇതേവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പുള്ളിപ്പുലിയുടെയും കടുവയുടെ ഒക്കെ ബോഡി പാറ്റേൺസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ടയറിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഊനാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറി നമുക്ക് ഊനാലൊക്കെ ആസ്വദിക്കാം. കണ്ടോ, ആൾക്കാരെല്ലാം പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാമ്പസിൻ്റെ മുന്നിലോട്ട് ജസ്റ്റ് വന്നപ്പോഴേക്കും ദേ ഒരു കൂട്ടം പുള്ളിമാനുകൾ. നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനിനെയും മയിലിനെയൊക്കെ കാണാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അവർ 2-3 പേരുണ്ട്. സാധാരണയായിട്ട് ഈ മാനുകൾ ഇങ്ങനെ മനുഷ്യന്മാരുടെ പ്രസൻസ് ഉള്ളിടത്തൊക്കെ വരാറുണ്ട്. കാരണം അവരുടെ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം. പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് മാനുകളെ ധാരാളമായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. കഴിഞ്ഞ പറമ്പിക്കുളം യാത്രയിൽ നമ്മൾ പറമ്പിക്കുളത്തെക്കുറിച്ചും ഇവരെക്കുറിച്ചും ജംഗിൾ സഫാരിയെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ മാനുകളിലെയും പുള്ളികൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും കടുവയെ പോലെ അത്ര യൂണീക്കൊന്നല്ല കേട്ടോ. அனிமல்ஸ் எல்லாம் பார்த்தா யாரும் சத்தம் போடாதீங்க. வண்டிக்கு பின்னாடி பாருங்க மான்லாம் இருக்குது பார்த்தீங்களா, புள்ளிமான் இருக்குது. நம்ம சஃபாரி போகிறது பார்த்தீங்கன்னா பரம்புக்குளம் டைகர் ரிசர்வ் 643.66 ஸ்கொயர் கிலோமீட்டர் சுற்றளவு இருக்குது டோட்டல் ஏரியா. இதில் நம்ம 54 கிலோமீட்டர் அப் அண்ட் டவுன் சஃபாரி போயிட்டு வருவோம். அதில் 5 பிளேஸ் இருக்குங்க. 2 டேமு, 2 வியூ பாயிண்ட், ஏசியாவில் மிகப்பெரிய தேக்கு மரம் கன்னிமராட்டி, ஒரு 500 இயர்ஸ் ஓல்டு ட்ரீ. அதை பார்த்துட்டு பரம்புக்குளம் போய் பேம்பூ ராஃப்டிங் இருக்குது. அது முடிஞ்சு டீ சாப்பிட்றக்கு ஒரு 10 நிமிஷம் பிரேக் இருக்குது. அது முடிஞ்சு நம்ம பரம்புக்குளத்தில் ஒரு ட்ரைபல் டான்ஸ் இருக்குது. ட்ரைபல் டான்ஸ் முடிச்சு 7 o'clock நம்ம வண்டி எடுப்போம். 8 o'clock இங்கே ரீச் ஆகும். போகிற வழியில் ஏதாவது அனிமல்ஸ் எல்லாம் பார்த்தா நாங்கள் நிப்பாட்டி காமிச்சு கொடுப்போம். சத்தம் போடாதீங்க. பிளாஸ்டிக்கு ஸ்நாக்ஸு எல்லாம் சாப்பிட்டிங்கன்னா பிளாஸ்டிக் பாட்டில் எதுவுமே வெளியே தூக்கி போட்டுறாதீங்க, கையிலே வச்சுக்கோங்க. இங்கே வந்து பெஸ்ட்டு டஸ்ட்பின் இருக்குது, அதில் போட்டுக்கலாம்.
உங்களுக்கு ஏதாவது டவுட் எல்லாம் இருந்ததுன்னா இறங்குற இடத்துல கேளுங்க, நான் கிளியர் பண்ணி கொடுக்குறேன். താങ്ക് യു. അങ്ങനെ നമ്മൾ സഫാരി തുടങ്ങി. ആക്ച്വലി 2:30 തുടങ്ങേണ്ടതാണ്, ഇപ്പോൾ 3 മണി ജസ്റ്റ് കഴിഞ്ഞു. ആനിമൽ സൈറ്റിങ്സിന് ബെറ്റർ കുറച്ചും കൂടി വെയിലൊക്കെ കുറഞ്ഞിട്ടുള്ള യാത്രകളാണ്. ആക്ച്വലി മഴക്കാലമാണെന്നുണ്ടെങ്കിലും മഴയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ജൂൺ മുതൽ സെപ്റ്റംബർ വരേക്ക് മൺസൂണും, നവംബർ മുതൽ ജനുവരി വരേക്ക് വിൻ്ററും, ഫെബ്രുവരി മുതൽ മെയ് വരേക്ക് സമ്മറുമാണ് ഇവിടെ. മുരുകൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ 643.66 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ 390.89 സ്ക്വയർ കിലോമീറ്റർ കോർ ഏരിയയും 252.77 സ്ക്വയർ കിലോമീറ്റർ ബഫർ ഏരിയ ആണ്. സോ നമ്മുടെ ടൂറിസം ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ബഫർ സോണിൽ മാത്രമാണ്. കോർ ഏരിയയിലോട്ട് നമുക്ക് ആർക്കും പ്രവേശനമില്ല. 1973 മുതൽ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുണ്ടെങ്കിലും 2009 ടൈഗർ റിസർവായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. 16 ഡിസംബർ 2009 കോർ ഏരിയ നോട്ടിഫൈ ചെയ്തു. 17 ഡിസംബർ 2009 ബഫർ സോണും തീരുമാനിച്ചു. 19 ഫെബ്രുവരി 2010 പറമ്പിക്കുളം ടൈഗർ റിസർവായിട്ട് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവായി. കേരളത്തിലെ ഫസ്റ്റ് ടൈഗർ റിസർവ് ഏതാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ 4 വിഭാഗത്തിലുള്ള ടൈഗേഴ്സ് ഉണ്ട്. പേരെന്താ? മലക്കരുണ്ട്, മലമലക്കരുണ്ട്, കാടരുണ്ട്, മുതുവാൻ. അപ്പോൾ ഒരു വീട്ടിലെല്ലാവർക്കും വീട്ടിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുന്ന പോലെ വർക്ക് കൊടുക്കും. ഈ പറയുന്ന ഫുള്ളും പറമ്പുകളാണ്. പാലക്കാട് ജില്ലയാണ്. പക്ഷെ ഇവിടേക്ക് വരണമെങ്കിൽ തമിഴ്നാട് തന്നെ വരും. തമിഴ്നാട് കടന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. റോഡ് സൈഡിലെല്ലാം ടീ പ്ലാന്റേഷനാണ്. 90 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് ടീ പ്ലാന്റേഷൻ. നമ്മളിപ്പോൾ മുഴുവൻ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണ്. 100-300 മീറ്റർ വരെ എല്ലാം ടീ പ്ലാന്റേഷൻ. അപ്പുറത്തേക്ക് നാച്ചുറൽ ഫോറസ്റ്റ്. പിന്നെ ഈ ട്രൈബൽസ് താമസിക്കുന്നുണ്ട് പറഞ്ഞില്ലേ ഉള്ളില്, അതൊക്കെ കോർ ഏരിയയിലായിരിക്കും? അല്ല, അല്ല, ബഫർ സോണാണ്. ബഫർ സോൺ. ഇവിടെ ബഫർ സോൺ, കോർ സോൺ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ബഫർ സോണിൽ മാത്രമാണ് ഈ ടൂറിസം പെർമിഷൻ ഉള്ളത്. പിന്നെ ഈ ട്രൈബൽ കോളനി പോകുന്ന വഴിയിലെല്ലാം ബഫർ സോണാണ്. കോർ സോണിൽ ജനവാസം ഇല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് പ്ലാൻ ചെയ്തതാണ്. ഈ ഏരിയയിലൊക്കെ ടൈഗർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ടെറിട്ടറി ആയിരിക്കും അല്ലേ? ഇതെല്ലാം 25-30 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഫുള്ളും ഒരു കടുവേ ഉണ്ടാവും. ഒരു ടെറിട്ടറിയാണ്. അത് കാറ്റ് ഫാമിലിയാണ്. ടെറിട്ടറി നടക്കുന്നത് അതിനുള്ളിൽ ജീവിക്കുന്ന അനിമലാണ്. നമുക്ക് എല്ലാ ഭാഗവും വരാം. ഈ കോഴി ഭാഗം, ഈ പരിസരം അങ്ങനെ വരാം. ഇപ്പം നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങൾ, ആ ഭാഗം കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ മനുഷ്യന്മാരുടെ മൂവ്മെന്റ്സുള്ള ഭാഗങ്ങളാണ് ഇതൊരു വന്യജീവികൾ വരുന്നത്. കണ്ടിട്ടുണ്ട് അതിന് ടൈഗറിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പം അടുത്തെന്നാ? ഒരു ഒരാഴ്ച 4-5 ദിവസത്തിന് മുന്നേ വേറെ ഒരു ടീം കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? നമ്മൾ ഈ ട്രിപ്പിൽ പോയത് ലെപ്പേർഡ് കണ്ടിട്ടുണ്ട്. ഇന്നലെ കരടി കണ്ടു. അങ്ങനെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തെങ്കിലും ഇതുവരേക്കും അങ്ങനെ പ്രത്യേകിച്ച് സൈറ്റിങ്സ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും പ്രകൃതിയുടെ ഭംഗിയും പറമ്പിക്കുളത്തെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടി. ഇതേ നമ്മൾ സഫാരി തുടങ്ങിയ ആദ്യത്തെ സൈറ്റിങ്സ് പുള്ളിമാൻ തന്നെയാണ്. ഇവർക്ക് ഏകദേശം 300 ഡിഗ്രിയോളം കാഴ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ആളിതാ പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആളൊറ്റയ്ക്കല്ല കേട്ടോ, പുറകിൽ വേറൊരാളും കൂടി ഉണ്ട്. ആ കുറ്റിച്ചെടികൾക്കുള്ളിലൂടെ ഒന്ന് നോക്കി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി സഫാരിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തൂണക്കടവ് ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ്. கன்னியாகுமரி கேரளா இருக்குது. ஸ்டேட் திருப்பினாங்க பார்த்தீங்களா, லாங்குவேஜோட இதில் ஸ்டேட் திருப்பினாங்க. அப்படி தான் இந்த கன்னியாகுமரி கேரளா தமிழ்நாடு கொடுத்துட்டு பாலக்காடு வந்து கேரளா எடுத்துட்டாங்க. தமிழ்நாடாக இருக்கும்போது காமராஜர் பீரியடில் கட்டின டாம். இந்த டாம் பேர் தூணக்கடவு டாம். இந்த மவுண்டன் பார்த்தீங்களா, இந்த மவுண்டனுக்கு அந்த பக்கத்தில் தான் பரம்புக்குளம் டாம் இருக்குது. இந்த பரம்புக்குளம் டாம்லேருந்து இந்த தூணக்கடவு டாமுக்கு அந்த மலையை சுரங்கம் பண்ணி அண்டர் கிரவுண்டில் தண்ணி கொண்டு வர்றாங்க. 3.5 கிலோமீட்டர் சுரங்கம் பண்ணி தண்ணி கொண்டு வர்றாங்க. இந்த டேம்லேருந்து அந்த பக்கம் பெரியவாரிப்பள்ளங்கிற ஒரு டேம் இருக்குது கனெக்டடு. அதுலேருந்து நேராக பார்த்தீங்கன்னா சர்க்கார் வேதிங்கிற இடத்துக்கு தண்ணி கொண்டு போகிறாங்க. கனால் ஒரு 8 கிலோமீட்டர் அண்டர் கிரவுண்டில் மலையை சுரங்கம் பண்ணி தண்ணி கொண்டு போகிறாங்க. அங்கே போய் கரண்ட் எடுக்கிறாங்க. அது முடிஞ்சு நேராக ஆலியா டாம், திருமூர்த்தி மலை, இப்படி தான் தண்ணி போகுது. ஸ்டார்டிங் பாயிண்ட் பார்த்தீங்கன்னா வால்பாரில் சோலார் டாம் இருக்குல்லைங்க, அங்கேருந்து அப்பர் நீரார், லோவர் நீரார், நேராக பரம்புக்குளம் டாம், அதில் வந்து எர்த் டாம் கனெக்ட் இருக்குது. அங்கேருந்து தூணக்கடவு டாம், தூணக்கடவுலேருந்து பெரியவாரிப்பள்ளம் டாம், அப்புறம் நேராக கனால் வழியில்
தண்ணி போய் ஆலையார் டேம் தீர்முடிக்கு மேலே இருக்கிறது அந்த டேம் தண்ணியெல்லாம் கொண்டு போகிறாங்க. இது 99% பார்த்தீங்கன்னா எல்லாம் குடிக்கிறதுக்கு விவசாயத்துக்கு கரண்ட் எடுக்கிறதுக்கெல்லாம் தமிழ்நாடு தான் யூஸ் பண்ணுறாங்க. டேம் ஓவர்ஃபுல் ஆகும்போது ஷட்டர் ஓப்பன் பண்ணுவாங்க. ஷட்டர் ஓப்பன் பண்ணால் நேராக பெருமாள் குத்து டேமு போய் அங்கேருந்து அதிரம்பள்ளி ஃபால்ஸ் போய் நேராக கடலுக்கு போய் நம்மளுக்கு யாருக்குமே யூஸ் கிடையாது. அதனால் இது அதிகமாக ஓப்பன் பண்ண மாட்டாங்க. மழை டைமில் கண்ட்ரோல் பண்ண முடியலன்னா மட்டும்தான் இதை ஓப்பன் பண்ணுவாங்க. மற்ற டைமில் இங்கே ஸ்டோர் பண்ணி வச்சு இப்படி கனால் வழியில் தண்ணி இப்படி கொண்டு போவாங்க. சார் இறங்கி பார்க்குறேன்னா பார்க்கலாம், ஃபோட்டோ எடுக்கலாம். ஒரு 5 நிமிஷம் ரொம்ப லேட் பண்ணாதீங்க. நம்ம ஆல்ரெடி ½ hour லேட் ஆகிடுச்சு. நமக்கு மேலே உள்ளே போக முடியாது சார். പക്കത്തിൽ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എടുത്തിട്ട് വരണം. അതിമനോഹരമായ ഡാമിൻ്റെ വ്യൂ. വേനൽക്കാലങ്ങളിലൊക്കെ ഈ ഡാമിൻ്റെ സൈഡിലൂടെയൊക്കെ ഇഷ്ടംപോലെ ആനിമൽസിനൊക്കെ കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? ഫോട്ടോഗ്രാഫി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് അല്ല അതൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അനിമൽ സൈറ്റിൽ നല്ല മൂവ്മെന്റ് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി ഈ സമയങ്ങളാണ് അനിമൽസ് എല്ലാം ഇണചേരുന്ന സമയം. അപ്പോൾ അത്യാവശ്യം കാണാൻ സാധ്യതയുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ സമയങ്ങളെല്ലാം ഫോട്ടോഗ്രാഫിക്ക് നല്ലതാണ്. അല്ല, ഏത് സ്റ്റേ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ? ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തത് അങ്ങനെയൊന്നും അറിഞ്ഞിട്ടോ ഇതായിട്ടൊന്നുമല്ല. സ്റ്റേ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്ക് പറഞ്ഞാൽ നമുക്ക് ടെൻറ്റ് ബൂസ്റ്റ് കണിക്കോമ്പ് 3 പാക്കേജ് ഉണ്ട്. കണിക്കോമ്പ് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം വണ്ടി എടുത്തിട്ട് പോകാം. ഇവിടെ 6 മണി കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മുടെ ഈ ടെൻഡർ ബീച്ചിൽ മാത്രമാണ് പ്രൈവറ്റ് വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുത്തെ വണ്ടിയിൽ സഫായി കൊടുക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് 6 മണിക്ക് ശേഷം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഹണിക്കോമ്പാണെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ, നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ മണി വരേക്ക് നമുക്ക് 6 മണി 6 മണി വരേക്ക് 6 മണിക്ക് ശേഷം നമുക്ക് ഒരു ആർക്കും ഒരു ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈറ്റും ഇല്ല, പിന്നെ കിട്ടില്ല. നിങ്ങൾക്ക് ടെൻറ്റ് റൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അത് എടുക്കാം. കാരണം ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ നിങ്ങൾ തനിച്ചായിരിക്കണം പോകണം. ഇത്രയും പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഈ പ്രൈവറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഒരാൾ ഉണ്ടാവും. ഗൈഡ് കമ്പൽസറി. ആ വണ്ടിയിൽ കണ്ടില്ല ഒരു ഗൈഡ് കമ്പൽസറി. ഒരു വണ്ടിക്ക് ഒരു ഗൈഡ് ഉണ്ടാവും. ടെൻറ്റ് റൂസ്റ്റ് പിന്നെ ഹണിക്കോമ്പ്. പിന്നെ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഉള്ളു. പിന്നെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ 3 ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. ബിയർ പാത്ത് ട്രക്കിംഗ് എടുത്തു, എലിഫന്റ് സോങ് ട്രക്കിംഗ് ഉണ്ട്. ഈ 3. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കന്നിമരത്തേക്കാണ്. ഇതേ ഒരു കൊമ്പനെ കണ്ടോ? ആൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ആളങ്ങനെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആണാനകളെ ബുള്ളെന്നാണ് കേട്ടോ വിളിക്കുക. ഈ ആനകളുടെ ജീവിതശൈലിയൊക്കെ നമ്മൾ കഴിഞ്ഞ നെല്ലിയാമ്പതി യാത്രയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ആ ചെവിയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു കറക്റ്റ് റൗണ്ട് ആയിട്ടൊരു ഹോള്. എന്താ സംഭവം എന്നറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ആന മേഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതേ ഒരു കാട്ടിയും കൂടി ഉണ്ട്. പക്ഷേ രണ്ടുപേരെയും കൂടി ഒരു ഫ്രെയിമിൽ കിട്ടിയില്ല. നമ്മൾ കുറേ ദൂരെ ആയതുകൊണ്ടും അതേപോലെ തന്നെ ഇടയിലൊക്കെ മരങ്ങളുണ്ടായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് കിട്ടിയില്ല. ഇതിൻ്റെ മുകളിലൊക്കെ കാട്ടികളുണ്ട്, ഫീമെയിൽസാണ്. പക്ഷേ ക്യാമറയിലാക്കാൻ സാധിച്ചില്ല. ഒരു ആൺകാട്ടിക്ക് ഏകദേശം 1000 മുതൽ 1500 കിലോ ഭാരം വരുമെങ്കിൽ ഒരു ആനയ്ക്ക് ഏകദേശം 3500 മുതൽ 5500 കിലോ വരേക്ക് ഭാരം വരും. ഒരു ദിവസം തന്നെ 150 മുതൽ 250 കിലോഗ്രാം വരേക്ക് ഭക്ഷണമൊക്കെ വേണ്ടതുകൊണ്ട് ആൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയെ കുറേ നേരം കണ്ടു നിന്ന് നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴത്തേ മരക്കൊമ്പിൽ കരിങ്കുരങ്ങന്മാരിരിക്കുന്നു. നോക്കി അവരുടെ വാലിൻ്റെ നീളം അവരേക്കാൾ 2 മടങ്ങ് വലുപ്പമുണ്ടായിരിക്കും. ഏകദേശം 90 സെൻറ്റിമീറ്റർ വരേക്കൊക്കെ നീളം വരാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ദേ ഒരു കൂട്ടം മ്ലാവുകൾ ഒരു വെള്ളക്കെട്ടിൻ്റെ അടുത്ത് വിശ്രമിക്കുന്നു. ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൻവർഗ്ഗമാണ് ഇവരെന്ന് അറിയാമല്ലോ. ഏകദേശം 150 മുതൽ 300 കിലോ വരേക്കും ഭാരം വരും ഒരു ആൺമ്ലാവിന്. ഇവരെക്കുറിച്ച് കഴിഞ്ഞ നാനാച്ചി സഫാരിയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. பெரிய தேக்கு மரம் ஒரு அப்ராக்சிமேட் 500 வருஷம் பழமையான தேக்கு மரம். 42 மீட்டர் ஹைட்டு, 7.5 மீட்டர் சுற்றளவு. ഇറങ്ങി பார்க்கலாம், ഫോട്ടോ എടുக்கலாம். ഇതാണ് കന്നിമരത്തേക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും ഓൾഡസ്റ്റും ആയിട്ടുള്ളൊരു തേക്കാണിത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മഹാവൃക്ഷ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ തേക്കിന് 1994. ഇതാണ് നമ്മൾ വന്നേക്കുന്ന ബസ്. ഫാൽക്കൺ എന്നാണ് കേട്ടോ പേര്. അങ്ങനെ തേക്കിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. തൂണക്കടവ് ഡാമിൻ്റെ അവിടേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് വേണം പറമ്പിക്കുളത്തോട്ട് പോകാൻ.
നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട ആന എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആളത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലേ കാടിന് നടുവിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു ഭംഗി നോക്കി. പെണ്ണാനകൾ പോകുന്നതിനൊക്കെ കൂടുതൽ ഏരിയയിലൂടെ ആണാനങ്ങൾ അവരുടെ ടെറിട്ടറി കീപ്പ് ചെയ്ത് പോകാറുണ്ട്. ഭക്ഷണത്തിൻ്റെ ലഭ്യതയ്ക്കും മേറ്റിനെ കിട്ടാനൊക്കെ വേണ്ടിയാണിത്. എന്തായാലും ആളങ്ങനെ കാട്ടിലോട്ട് കയറിപ്പോയി. തൊട്ടപ്പുറത്ത് മരത്തിൽ ഇതേ ഒരു ഉടുമ്പിരിക്കുന്നു. ആൾക്ക് എന്തായാലും ഒരു 1.5 മീറ്റർ നീളം കാണും. കണ്ടോ, വാല് തന്നെ ഉണ്ട്, അത്യാവശ്യം നല്ല നീളം. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ സാധാരണയായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഡാം വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന അടുത്ത സ്പോട്ടിലോട്ട് എത്തി. ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട തൂണക്കടവ് ഡാം. എന്തായാലും ഇങ്ങനെ ഒരു ഏരിയൽ വ്യൂ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. സമയം കുറവായതുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോന്നു. மலையோட பேர் வந்து கருமலை கோபுரம். கருமகுளத்தில் ஹையஸ்ட் பீக் 1450 சீ லெவலில் இருக்குது. அந்த மவுண்டனுக்கு நேரம் பின்னாடி அந்த ஏங்கில் பார்த்தீங்கன்னா அந்த சைடு தான் இந்த சாலக்குடி இந்த ஏரியா. அதுக்கு நேரம் பின்னாடி வந்து நெல்லியாம்பல். நம்ம ஏறி வந்த வழி வந்து ஆனமலை. கீழே ஃபுல்லாக பார்க் தான், நடுத்தரில் வந்து பார்க் போகிறோம். വാലി വ്യൂ പോയിൻ്റ് അടുത്ത ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. എന്തായാലും അതിമനോഹരമായൊരു ലാൻഡ്സ്കേപ്പാണ്. അടുത്തതായി നമുക്ക് ബാംബു റാഫ്റ്റിങ്ങിനാണ് പോകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പറമ്പിക്കുളം ഡാം റിസർവോയറിലോട്ട് ഇറങ്ങുകയാണ്. ഇതേ നോക്കിയേ, അതിമനോഹരമായൊരു കാഴ്ചയാണ് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 സൈഡും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന റിസർവോയർ. അവിടെ ഇവിടങ്ങളായി പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന പുൽമേടുകൾ. വെള്ളത്തിൻ്റെ നടുവിലത് വെള്ളം കയറാതെ നിൽക്കുന്ന കുറച്ച് ഏരിയയിലൊക്കെ അത് ഇഷ്ടം പോലെ പക്ഷികളാണ് അവിടെ നിൽക്കുന്നത്. അങ്ങ് ദൂരെ അതാ നമുക്ക് പോകാനുള്ള ചങ്ങാടങ്ങൾ കിടക്കുന്നു. എന്തായാലും എത്ര കണ്ടാലും കൊതി തീരാത്ത അതിമനോഹരമായൊരു ലാൻഡ്സ്കേപ്പ്. ആ ഓരോ കരയിലോട്ടും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ആനക്കൂട്ടങ്ങളെ കാണാൻ സാധിക്കും. എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ, ഇറങ്ങിയിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് അങ്ങ് ദൂരെ നോക്കി ഒരു ആന നിൽക്കുന്നത് കാണാണ്ടോ നമുക്ക്. ഇതാണ് നമ്മുടെ ചങ്ങാടം കേട്ടോ. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. മുള കൊണ്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചങ്ങാടത്തിലോട്ട് കയറി. ബസ്സിലുള്ള എല്ലാവർക്കും ഒരേ ചങ്ങാടത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് 2 ചങ്ങാടങ്ങളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബാംബു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. മുതലുണ്ടോ ഇതിനകത്തോ? ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ദൂരമൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. കൂടുതൽ ദൂരം പോയി കഴിഞ്ഞാൽ അടിയിലൊക്കെ മരക്കുറ്റികളൊക്കെയാണെന്നാണ് പറയുന്നത്. അതിനകത്ത് ഈ ചങ്ങാടങ്ങാണ്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഒരു വ്യത്യസ്ത അനുഭവമാണിത്. എന്തായാലും നമുക്ക് ആ കൊമ്പൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. നോക്കിക്കേ, ആളതാ പുല്ലെല്ലാം ചുരുട്ടിയെടുക്കുന്നു. ഇവരുടെ തുമ്പിക്കയിൽ ഏകദേശം 40,000-ഓളം മസിൽസ് ഉണ്ടെന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികളൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നോക്കിക്കേ, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ആ ഒരു തീരത്തും ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒത്തിരി ദൂരത്തായതുകൊണ്ട് ക്യാമറയിൽ പകർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരൊരു 4 പേരുണ്ട്. അതിലൊരാൾ കൊമ്പനാണ്, ബാക്കി 3 പേര് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കാട്ടിലോട്ട് കയറാനുള്ള പ്ലാനാണ് തോന്നുന്നു. ഒരേ ഫ്രെയിമിൽ ഇതേ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ നിൽക്കുന്നു. ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ റാഫ്റ്റിങ്. അത് കഴിഞ്ഞ് നമ്മൾ കരയിലോട്ട് കയറി. നമ്മുടെ കൂടെ വന്നവർ ഇത് അവിടെ ചായയും കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ്. വണ്ടി നിർത്തിയെടുത്തുനിന്ന് ഞങ്ങൾ കുറച്ചും കൂടി ദൂരം മുന്നോട്ട് നടന്നു വന്നപ്പോൾ മറുകരയിൽ അതാ വേറൊരു ആനക്കൂട്ടം നിൽക്കുന്നു. ഇവർ 5 പേരുണ്ട്. അതിനകത്തൊരു കുട്ടിയുണ്ട് കേട്ടോ. എല്ലാവരും കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഈ ഫ്രെയിമിൽ നിങ്ങൾക്ക് എത്ര ആനയെ കാണാൻ സാധിക്കുന്നുണ്ട്? 4 എണ്ണം ഉണ്ട്. ഒരെണ്ണം ആ റൈറ്റ് കോർണറിൽ നിൽക്കുന്നുണ്ട്. ഒരാൾ ഓൾറെഡി ഉള്ളിൽ കയറിപ്പോയി. പുല്ലൊക്കെ പറിച്ച് തുമ്പിക്കൈകൊണ്ട് കാണിക്കുന്നതായിരിക്കും. ആണാനകളെ ബുള്ളെന്നും പെണ്ണാനകളെ കൗ എന്നാണ് വിളിക്കുന്നത്. ആനകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ കബിനിയും നെല്ലിയാമ്പതി യാത്രയിലൊക്കെ കൂടുതൽ പറഞ്ഞത് കാരണം കൊണ്ട് ആവർത്തിച്ച് ബോറടിപ്പിക്കുന്നില്ല. ആ കുഞ്ഞിനെ നോക്കി ആളത് മണ്ണെല്ലാം വാരി മേലിലൂടെ ഇടുന്നു. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേ ആ കൊമ്പൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും.
ഈ ഫ്രെയിമിൽ നിങ്ങൾക്കൊരു കാക്കയെ കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ കൊതി തീരും വരെ ആനകളെ കണ്ടു നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടിയുമായി അവരിങ്ങോട്ട് വന്നു. ഈ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇവിടുത്തെ ബാംബു റാഫ്റ്റിങ്ങും ഓരോ തീരങ്ങളിലുള്ള ആനക്കൂട്ടങ്ങളും എല്ലാം കൂടി ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു ഇവിടെ. ഇതാണ് പറമ്പിക്കുളം ടൗണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് പറമ്പിക്കുളം ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ജനവാസ മേഖലകളാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പറമ്പിക്കുളം ഡാമിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതിലത്തെ വെള്ളം തുരങ്കം വഴിയാണ് നമ്മൾ നേരത്തെ കണ്ട തൂണക്കടവ് ഡാമിലോട്ട് എത്തുന്നത്. നമ്മൾ നേരത്തെ പോയ പോലത്തെ ഒരു ചങ്ങാടം കിടക്കുന്ന നോക്കി, അതിനകത്ത് കുറേ പുല്ലൊക്കെ മുളച്ചിരിക്കുന്നു. ഡാമിനകത്തോട്ട് കയറാനൊന്നും നമുക്ക് പെർമിഷൻ ഇല്ല. 1967 ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയാവുന്നത്. 1970 കേരളയും തമിഴ്നാടും പറമ്പിക്കുളം ആളിയാർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അങ്ങ് ദൂരെ നോക്കി ഒരു കൂട്ടം കാട്ടികൾ. എന്തായാലും ഒരു 4-5 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും ഇവിടുന്ന്. അതിനകത്തൊരു 6-7 പേരുണ്ട്. 2 കുഞ്ഞുങ്ങളാണ്. അവരതാ കിടക്കുന്നുണ്ടോ. ഒരു അഡൾട്ടായിട്ടുള്ളൊരു മെയിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. പക്ഷേ ഫീമെയിൽ ആവട്ടെ യൂഷ്വലി ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഉണ്ടാവുക. അത് കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ഉണ്ടാവുക. ഏകദേശം നമ്മുടെ പശുക്കിടാവിനെ പോലെയൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളെ കാണാൻ. എന്തായാലും അവരവിടെ ഹാപ്പി ആയി നിന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ, നമുക്ക് പോവാം. നമ്മളിനി നേരെ നെല്ലിയാമ്പതി സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചായയോ സ്നാക്സോ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. അതേപോലെ തന്നെ റെസ്റ്റ് റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ട്രൈബൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറമ്പിക്കുളം ബസ് ഇറങ്ങിയപ്പോൾ ഞാനാദ്യം കാണുന്നത് മരത്തിന് മുകളിലിരിക്കുന്ന കരിങ്കുരങ്ങന്മാരെയാണ്. ഇവരൊരു എൻഡമിക് സ്പീഷീസാണ്. വെസ്റ്റേൺ ഗഡ്സിലല്ലാതെ ലോകത്തിൽ വേറെ എവിടെയും ഇവരെ കാണാൻ സാധിക്കില്ല. സിംഹവാല കുരങ്ങന്മാർക്ക് ഇത്രയും വലിയ വാലുണ്ടാവില്ല കേട്ടോ. ശരീരത്തിന് തിളങ്ങുന്ന ബ്ലാക്ക് കളറും ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള തലയാണ് കാണാറ്. പിള്ളേരവിടെ ഗംഭീര ഫുട്ബോൾ കളിയിലാണ്. കുറച്ചു നേരം അത് നോക്കി നിന്നു. അങ്ങനെ അവരൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ജ്യൂസും ബജ്ജിയൊക്കെ കഴിച്ച് ട്രൈബൽ ഡാൻസ് നടക്കുന്ന അവിടെ പോയി ക്യാമറയെല്ലാം സെറ്റ് ചെയ്തു. കഷ്ടകാലത്തിന് ഇന്ന് അവിടെ കറണ്ടില്ല, അതുകൊണ്ട് സ്റ്റേജിൽ பையன் வீடு பார்க்க போகிறது, பொண்ணு வீடு பார்க்க போகிறது, அப்படி எங்கள் ஊர் திருவிழாவுக்கு எல்லாத்துக்குமே நாங்கள் இந்த டான்ஸ் பண்ணுவோம். நைட்டு தீயெல்லாம் போட்டு வெடி வரைக்கும் காட்டுக்குள்ளே டான்ஸ் எல்லாம் பண்ணுவோம். அதெல்லாம் முடியாதுங்க. பின்ன 5 ரூமு கன்ஃபார்மாக இருந்தால் மாத்திரம் இந்த ஆட்டம். நாங்கள் 3 டீம் இருக்கிறோம். இன்றைக்கி நாங்கள் ஆடினா நாளைக்கு வேறு ஆள், அப்படி மாற்றி மாற்றி ஆடுவாங்க. அவங்க நீங்கள் லேடிஸ்க்கு ஜென்ஸ்க்கோ அப்படிங்கிறது அவங்க கூட வந்து டான்ஸ் பண்ணலாம். வணக்கம், நன்றி. ഏകദേശം ഒരു 12 മിനിറ്റുള്ള വീഡിയോയിലെ കുറച്ച് ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഫുൾ വീഡിയോ ഞാൻ പിന്നീട് ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റേയിലോട്ട് യാത്ര തിരിക്കുകയാണ്. ടെൻഡനേഷ്യ എടുക്കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു നൈറ്റ് സഫാരിയാണിത്. വേറൊരു പ്രോഗ്രാമിൽ ഇത് നമുക്ക് കിട്ടില്ല. പോകുന്ന വഴിക്ക് ഗൈഡ്സ് എല്ലാം ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് എല്ലാ ആനിമൽസൊക്കെ ഉണ്ടോ എന്നുള്ളത്. 2 ദിവസം മുന്നേ ഇതേപോലെ തിരിച്ചു വരുന്ന സമയത്ത് അവർക്കൊരു പുലിയെ കാണാൻ സാധിച്ചു. ഇതേ നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്സ്. ഒരു ഘടാഘടിയൻ കാട്ടി, ആൺകാട്ടിയാണ്. റോഡിൻ്റെ തൊട്ടരികിലാണ് ആൾ നിൽക്കുന്നത്. എന്താല്ലേ ഒന്ന് നടക്കുമ്പോൾ നോക്കി മസിൽ ഉരുണ്ട് കയറുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇതേ വേറൊരാൾ.
ഇവർക്ക് നല്ല നൈറ്റ് വിഷനാണ്. അത് കാരണം കൊണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ലാതെ കണ്ടു രാത്രി കാലങ്ങളിലും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ആ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ കുറേ ഫീമെയിൽസ് നിൽക്കുന്നത്. ഇപ്പം നേരത്തെ കണ്ടത് മെയിലാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇതൊരു മ്ലാവ്, കഴുത്തിൽ സോർ സ്പോട്ട് ഉണ്ട്. അതല്ലാതെ തന്നെ ഒരു 2-3 മുറിപ്പാടുകൾ കാണുന്നുണ്ട്. കണ്ടോ പുറകു കാലിൻ്റെ മുകളിലൊക്കെ ആയിട്ട്. ചിലപ്പോൾ വേറെ വല്ല മ്ലാവുകളായിട്ട് കുത്തുകൂടിയപ്പോൾ ഉണ്ടായതായിരിക്കും. ഇത് വീണ്ടും കുറേ കാട്ടികൾ, ഇഷ്ടം പോലെ കാട്ടികളായിരുന്നു. പിന്നെ അവസാന കേബിളിക്ക് പിന്നെ കാട്ടികളൊന്നും കാണുമ്പോൾ നിർത്താതെ. ഇതൊരു ഫീമെയിലാണ്. ഇതിൻ്റെ കളർ കണ്ടോ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആയിട്ട്. ഇതൊരു പെൺമ്ലാവാണ്. അങ്ങനെ നമ്മൾ കുറേ ദൂരം കൂടി കാട്ടികളെയൊക്കെ കണ്ട് യാത്ര ചെയ്തു. പെട്ടെന്നായിരുന്നു ഒരു കുട്ടിക്കൊമ്പൻ നമ്മളെ ചാർജ് ചെയ്തത് സൈഡിൽ നിന്ന്. ചാർജ് ചെയ്യാൻ ഓടി വരുന്നതിൻ്റെ വീഡിയോ മാത്രമേ കിട്ടുള്ളൂ. ചാർജ് ചെയ്യുന്നതിൻ്റെ ആ സൗണ്ട് കേട്ടില്ലേ നിങ്ങൾ? ആളുടെ കൂടെ ഒരു ഫീമെയിലുണ്ട്, അമ്മയായിരിക്കും മിക്കവാറും. നമ്മളെ ചാർജ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും. ആൾക്ക് ഏകദേശം ഒരു 5 വയസ്സൊക്കെ പ്രായം കാണുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ ആൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഫീമെയിൽ എന്തായാലും കൂളാണ്. ആൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറത്തത്തെ ഒരാളല്ല കേട്ടോ, അവരൊരു ഫുൾ ഫാമിലിയാണ്. നോക്കിക്കേ, ആ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. 2 ആനകളുടെ നടുവിലാണ് നിർത്തിയേക്കുന്നത്. രാത്രിയാകുമ്പോൾ ഇരപിടിയന്മാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇതെന്തായാലും വലിയൊരു ഗ്രൂപ്പാണ്. ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഞ്ഞ് നടുവിൽ നിന്ന് കഴിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഫാൽക്കൺ ക്യാമ്പസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഡിന്നർ. ചിക്കൻ, റൈസ്, ചപ്പാത്തി, സലാഡ്. ഞാൻ സലാഡ് എടുത്തില്ല. കുറുമക്കറി ഉണ്ട്. കുറുമക്കറി, വെജ് കുറുമുണ്ട്, റൈസ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരോടെയും ബാൽക്കണിയിൽ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാടിനകത്തുള്ള ആദ്യത്തെ സ്റ്റേ. എന്നാൽ ഇനി നാളെ കാണാം. രാവിലെ എണീറ്റപ്പോൾ ആദ്യം തന്നെ കുരങ്ങന്മാരെയാണ് കാണുന്നത്. കുറേ പേര് നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ കയറിയിരിക്കുന്നു. കുറേ പേര് ഇതാ മരം കയറി നടക്കുന്നു. ചിലർ ആരൊക്കെയോ കൊടുത്ത ബിസ്ക്കറ്റും അടുക്കി പിടിച്ചത് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ്. നമ്മളങ്ങനെ ബേർഡ് വാച്ചിങ് 6:30 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. മുരുകൻ ചേട്ടൻ തന്നെയാണ് ഇന്നും നമ്മുടെ ഗൈഡ്. ഇത് ഈന്തല്ലേ? ഈന്ത്. അങ്ങനെ നമ്മൾ ബേർഡ് വാച്ചിങ്ങിനായിട്ട് കാടിനകത്തോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ നമ്മളെ വരവേറ്റത് ഒരു കൂട്ടം പുള്ളിമാനുകളാണ്. ഈ യാത്രയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രകൃതിയുടെ സംഗീതം ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. താഴെയും കമ്പിയുണ്ട്. അങ്ങനെ ഫെൻസിങ്ങും ഫ്രഞ്ചൊക്കെ കടന്നിട്ട് നമ്മളിതാ കാടിനകത്തോട്ട് കയറി. പെട്ടെന്നായിരുന്നു നമ്മുടെ തൊട്ടു മുന്നിൽ ഒരു ആനയെ കണ്ടത്. അതാ ചെടിയുടെ മറവിലോട്ട് മാറി. ജസ്റ്റ് അതിൻ്റെ പുറകുവശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ നിൽക്കുന്നതിൻ്റെ 3 സൈഡിലും ആനകളുണ്ട്. മുള പൊട്ടിക്കുന്ന ശബ്ദം കേട്ടോ. ആക്ച്വലി എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിരുന്നു, പക്ഷേ ക്യാമറയിൽ ഈ ഒരു ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്നില്ല. നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ വന്നുകൊണ്ട് മാത്രമാണ് ആന മുന്നിൽ നമ്മൾ കണ്ടത്. നമുക്കിത് കൂടെ പോകാൻ പറ്റില്ല. തിരിച്ചു കൂടെ തന്നെ പോയിട്ട് കാരണം റെഡായി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വഴിയിൽ നിന്നില്ലേ, അതും അങ്ങോട്ട് ഇപ്പുറത്ത് ഉണ്ടോയെന്ന് നമുക്ക് കാണുന്നില്ല. ഇവിടെ നമുക്ക് കണ്ണിൽ കണ്ടത് ഇത്രേ ഉള്ളൂ. കാണാത്തതിന് എവിടെയൊക്കെ നിൽക്കുന്നുള്ളത്. 1-2 ആളാണെങ്കിൽ പോകാം. ഇത്ര ആൾക്കാരുടെ എനിക്കിട്ട് പോകാൻ പറ്റില്ല. അത് നിലവിളിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ അടുത്തേക്ക് ഓടി വരും. போவா அனிமல்ஸ் இருக்கிறதெல்லாம் நம்ம இதில் தெரிய வைக்கிறது சத்தம் உடைக்கிற சத்தம்
இதெல்லாம் கேட்டால் மட்டும்தான் நமக்கு அனிமல்ஸ் இருக்குங்கிறத வச்சு ஐடென்டிஃபை பண்ண முடியும். அதனால தான் நம்ம சைலண்டாக வரணும்னு சொல்கிறோம். ஏன்னா இப்போ அந்த சத்தம் மட்டும்தான் நம்மளுக்கு கேட்டுச்சு. இங்கே யானை நின்னது தெரியவே இல்லை. நேராக வந்தப்போ மட்டும்தான் தெரிஞ்சு யானை நிற்கிறோம். நம்ம இருந்து பேசிகிட்டே வந்தோம்னா அவ்வளோ தூரத்துலேருந்து இவங்களுக்கெல்லாம் ரொம்ப ரொம்ப சைலண்டான காடு. ரொம்ப தூரம் நம்ம சத்தம் ஸ்ப்ரெட் ஆகும். நம்ம சத்தம் கேட்கும்போது அவங்க சைலண்ட் ஆகிடுவோம். இப்போ நம்ம சத்தம் கேட்டுருந்துச்சுன்னா அது மாறி இருந்துச்சுன்னு வச்சுக்கோங்க, நம்ம போனோம்னா பக்கத்தில் மாட்டோம். அதனால தான் நம்ம இன்னும் காட்டுக்குள்ளே இதுக்குள்ளே என்ன இருந்தாலும் தெரியாது. சின்ன அனிமல்ஸ்னால சுத்தமாக தெரியும். பெரிய அனிமல்ஸாக இருந்தால் கூட നമുക്ക് தெரியும். അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറൊരു വഴിയിലൂടെ പോവാണ്. പോകുന്ന വഴിക്ക് ഇത് ഇഷ്ടം പോലെ കാൽപ്പാടുകൾ ഓരോ ജീവികളുടെ. നമ്മുടെ നാട്ടിലും വയലുകളിലൊക്കെ സ്ഥിരമായി കാണുന്ന റോസ് റിംഗ്ഡ് പാരറ്റ് മോതിരത്തത്തായിരിക്കുന്നു. അങ്ങനെ ഒരു പാറപ്പുറത്തോട്ടെത്തി ചെങ്കണ്ണി തിത്തിരി പക്ഷികളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ആനപ്പിണ്ടത്തിലൊക്കെ ഇതാ കൂൻ മുളച്ചു കിടക്കുന്നു. ഇവർ ഡൽഹിയിൽ നിന്നും നമ്മുടെ നാട് കാണാൻ വന്ന ആൾക്കാരാണ്. നമ്മളൊന്നും നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോലും കണ്ടിട്ടില്ല. സോ പറ്റുമ്പോൾ മാക്സിമം ട്രാവൽ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇത് പണ്ടത്തെ ഒരു സ്റ്റേ ആണ്, പക്ഷെ ഇപ്പോൾ വർക്കിംഗ് അല്ല. ആനിമൽ പ്രസൻസ് കൂടുതലാണ്. ആനകളൊക്കെ തന്നെ അല്ലേ? കരടി, പുലികൾ, പുലികളൊന്നും ആയിട്ടില്ല ഒന്നും. എന്നാലും കൂടുതൽ കരടിയും ആനയും കാട്ടുപോത്ത്. അങ്ങനെ നമ്മൾ ബേർഡ് വാച്ചിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റേയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മൾ പുറത്തിരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ പോയി കിടക്കാൻ ആന വന്നിട്ടുണ്ടെന്ന്. ഇതുവഴിയാണ് അവർ വന്നേക്കുന്നത്. ഇത് ആനപ്പിണ്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ വരുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു ഫെൻസിങ്ങൊക്കെ തകർത്തിട്ടാണ് അവർ ഉള്ളിൽ വരാൻ ശ്രമിച്ചത്. ഇനി ക്യാമറ എല്ലാം റൂമിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. കട്ടുദോശ, പുട്ട്, കടലക്കറി, ചട്നി, ചമ്മന്തി, സൂപ്പർ അൺലിമിറ്റഡ്, സെൽഫ് സർവീസ്. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? നന്നായിരുന്നു. 3 ദിവസത്തെ മൊത്തത്തിൽ 3 നേരത്തെ ഫുഡ് സെറ്റാണ്. ഇവിടുത്തെ എക്കോ ഷോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ്. ഇഷ്ടംപോലെ മാഗ്നറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീഷർട്ട്സ്, കരകൗശല വസ്തുക്കൾ, അഗർബത്തി, പെർഫ്യൂം, കീ ചെയിന്, അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട്. ഞങ്ങൾ കീ ചെയിനും ടീഷർട്ടും അഗർബത്തീസൊക്കെ വാങ്ങിച്ചു. നമ്മൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ പുറകുവശമൊന്നും കണ്ടില്ലല്ലോ. നോക്കി ഫെൻസിങ് കണ്ടോ കിടക്കുന്നത്? ഫെൻസിങ്ങിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റൂം. ട്രെഞ്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ട്രെഞ്ചിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നത് റോഡാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ഇവിടെ ക്യാമ്പസിനകത്ത്. കാരണം ഇന്നലെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിജി ഓസ്മോ പോക്കറ്റ് 2ൻ്റെ കവർ ഇന്നലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ബിയർ പാത്ത് ട്രെക്കിങ്ങിന് പോയ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വരാൻ എന്തായാലും ഒരു 3/4 മണിക്കൂറും കൂടി എടുക്കും. സോ അതുവരേക്കും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അച്ചു നിൽക്കുന്നു, ഇതാ ഉണ്ണിക്കുട്ടൻ, അവതാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഫസ്റ്റ് കാണുന്നതാണ് നമ്മൾ താമസിച്ച ടെൻറ്റ്. അധികം വൈകാതെ ഒരിക്കൽ കൂടി വരണം. ഓരോ ഔഷധ സസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. മിന്നാന്ന് രാത്രി ആന ഈ ഫെൻസിങ്ങൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിൽ കയറിയിരുന്നു. ഇത് ആണ് ഈ ചേട്ടൻ തന്നെ ഇന്നലെ നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മുടെ ഡിജിയുടെ കവർ കിട്ടി. ഡിജിയുടെ കവർ പറഞ്ഞാൽ എന്തോ ചവിട്ടിയിട്ട് അത് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ കണ്ടോ, ചവിട്ടിയതാവും എന്തോ അറിയില്ല. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തിൻ്റെ നല്ല ഓർമ്മകളും ബാക്കിയാക്കി തൽക്കാലം ഇവിടുന്ന് വിടവാങ്ങുകയാണ്. അങ്ങനെ പറമ്പിക്കുളത്ത് ഞങ്ങൾ ആനമളുടെ അവിടെ നിന്ന് പോയൊക്കെ ഉണ്ട്. എന്നിട്ട് നോക്കിയിട്ട് ഞങ്ങൾ പറയാം എന്താ പ്ലാനെന്ന്. ഓക്കെ, താമസിച്ചിരുന്ന സ്ഥലം ഇങ്ങനെ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഇതാ മുന്നിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആണ് നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ നിന്നാണ് നമ്മളെടുത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അതേപോലെ ജംഗിൾ സഫാരി, ട്രക്കിങ് എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഓക്കെ, ബൈ ബൈ. ഇവിടെ ഒരു ചെറിയൊരു എക്കോ ഷോപ്പുണ്ട്. സാധാരണ സഫാരിക്കൊക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ വണ്ടിയൊക്കെ നോക്കി കുരങ്ങന്മാർ വണ്ടുമുള്ളപ്പോൾ ഗ്ലാസ്സൊക്കെ കയറ്റിയിടുക. ഇവിടെ തന്നെ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ. ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം മോർണിംഗിലൊക്കെ വരുവാണെങ്കിൽ. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ചു. ബൈ. ആനപ്പാടി ചെക്ക് പോസ്റ്റ്. ഇവിടെ സേവ് അവർ വൈൽഡ് ലൈഫ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു അടിപൊളി സ്റ്റാച്ചു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടെ. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇവിടെയാണ് ഇൻഫർമേഷൻ സെൻറ്റർ. അവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നമുക്ക്. ഇവിടെ ടോപ്പ് സ്ലിപ്പ്
ഒരു സഫാരി പോകുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പോയാൽ നമുക്കൊന്നും കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വിടണം. അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പതിയെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അതിമനോഹരമായൊരു അമ്പലം. അങ്ങനെ ഞങ്ങൾ സേതുമലൈ ചെക്ക് പോസ്റ്റിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ ഇതാണ് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റ്. മോർണിംഗ് നമ്മൾ പൊക്കം. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ആളിയാർ ഡാമും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള പ്രകൃതിയുടെ ഭംഗിയൊന്ന് നോക്കി, മലകളും തെങ്ങുകളും, എന്തായാലും ഒരു അതിമനോഹരമായൊരു കാഴ്ചയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ആളിയാർ ഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 3 പേർക്കാകെ 35 രൂപയാണ് ഇവർ ടിക്കറ്റായിട്ട് വാങ്ങിച്ചത്. പക്ഷേ റോഡ് സൈഡിൽ നിർത്തിയ വണ്ടിക്ക് 20 രൂപ പാർക്കിംഗ് ചാർജ് വാങ്ങിച്ചു. ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഒരു വ്യൂ നോക്കി. 1969 ഇതിൻ്റെ പണി കഴിയുന്നത്. നമ്മുടെ പറമ്പിക്കുളം, തൂണക്കടവ് ഡാമുകളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് ഇപ്പോഴും. ആളിയാർ ഡാമിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ. ചില്ലിക്കൊമ്പനെ കാണാൻ വന്ന ചില്ലിക്കൊമ്പൻ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടുന്ന് പോകുന്ന കനാലിൽ പെട്ടിട്ടാണ് മരിച്ചതെന്നൊക്കെയാണ് കേട്ടത്. ഓക്കെ, എന്തായാലും നല്ല വെയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ അധികം ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോവാണ്. ഓക്കെ, എന്തായാലും ജസ്റ്റ് വന്നു ആളിയാർ. ഏതായാലും ഇത്രയും ദൂരം വന്നല്ലേ, അപ്പോൾ ആളിയാർ ഡാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ബൈ ബൈ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര. ഈ യാത്രയിൽ നിങ്ങൾ കണ്ടതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടന്റ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു യാത്രയിൽ വീണ്ടും കാണാം. അതുവരേക്കും സേവ് വൈൽഡ് ലൈഫ്, സേവ് നേച്ചർ. ബൈ ബൈ.